എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മൈക്രോഗ്രീനിനെ കുറിച്ച് അറിയുന്ന ഒരു ചെറിയ അറിവാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോൾ സലീം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എന്നോട് പറഞ്ഞത് ഒരു ലൈവ് ക്ലാസ് എടുക്കണം, ടീച്ചർ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കൊരു ടൈമില്ല, 5 ദിവസമായിട്ടുള്ളൂ, ബുധൻ വ്യാഴം വെള്ളി ശനി. അപ്പോൾ 5 ദിവസത്തെ വളർച്ചയെ നമ്മുടെ മൈക്രോഗ്രീനിന് ആയിട്ടുള്ളൂ. ഓൾറെഡി എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ നേരത്തെ ചെയ്ത പിക്ചേഴ്സും കൂടി ഉണ്ട്, അത് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മൈക്രോഗ്രീൻ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പ്രത്യേകിച്ചും നമ്മുടെ കൊറോണ ടൈമിൽ. കാരണം കൊറോണ ടൈമിൽ ആർക്കും പുറത്തു പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ വീട്ടിനുള്ളിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഓരോരുത്തരും നോക്കിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാനും ഈ മൈക്രോഗ്രീനിനെ കുറിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതും അത് ഉപയോഗിച്ച് തുടങ്ങിയതും. അതുപോലെ ഈ കൊറോണ ടൈമിൽ തന്നെയാണ് കൂടുതലായിട്ട് മൈക്രോഗ്രീൻ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത്, അപ്പോൾ മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സസ്യം, അതാണ് 2 ഇല വരുന്ന ഒരു സസ്യം. അപ്പം നമ്മളൊരു വിത്ത് മുളപ്പിച്ച് 2 ഇല പ്രായമാവുന്ന സമയത്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ 10 to 15 ദിവസത്തിനുള്ളിൽ അത് ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ മൈക്രോഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതി ജീവനം ഏറ്റെടുത്ത ആൾക്കാരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതൽ ആരോഗ്യകരമായ വിഷരഹിതമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കണം, ധാരാളം ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. അപ്പോൾ ഈ ഇലക്കറികൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഇലക്കറി ഉപയോഗിക്കുക? ഇപ്പോൾ കുറച്ച് മുമ്പ് സാറ് വീഡിയോ കാണിച്ചതുപോലെ മൊത്തം രാസവളം കീടനാശിനികളൊക്കെ ഉപയോഗിച്ച ഇലക്കറികളാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചാലും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ചീരയാണ് ഇലക്കറികൾക്ക് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഈ ചീര കൃഷി ചെയ്ത് ഡെയിലി അത് ഭക്ഷണത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലെ ഉള്ളവർക്ക്. വലിയ കൃഷി കൂടുതലായി ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, കാരണം ധാരാളം കീടനാശിനിയും രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് ചീര നന്നായിട്ട് വരിക. നമ്മൾ കടയിൽ പോയി നല്ല ഫ്രഷ് ചീര വാങ്ങുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രയധികം വിഷാംശം അടങ്ങിയിട്ടുണ്ട്. കാരണം അതിലൊരു കേടോ ഒരു ഇലയ്ക്ക് ഒരു ഓട്ടയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ പാകിയാൽ നമ്മൾ പാകിയതിൽ ഒരു 25% പോലും മുളച്ചത് നല്ല രീതിയിൽ വരില്ല. അപ്പോൾ നമ്മൾ ഈ ചീര കഴിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഇത് വിഷം ഉള്ള ഒരു ചീരയാണല്ലോ, ഇതെങ്ങനെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന നിലയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ദിവസേനയുള്ള ഭക്ഷണത്തിൽ നമുക്ക് ഇലക്കറികൾ വളരെ സുലഭമായി യാതൊരുവിധ വിഷാംശവും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മൈക്രോഗ്രീൻ. അതായത് നമുക്ക് മണ്ണ് വേണ്ട, വളം വേണ്ട, കീടനാശിനി വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ ഡൈനിങ് ടേബിളിൽ തന്നെ നമുക്ക് ഈ കൃഷി ചെയ്ത് നമുക്ക് ഈ ഭക്ഷണത്തിൽ, നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് മൈക്രോഗ്രീൻ. അപ്പോൾ ഈ മൈക്രോഗ്രീനിൽ നമുക്ക് ഏതൊക്കെ വിത്തുകളാണ് ഉപയോഗിക്കുക? എല്ലാ വിത്തുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ധാന്യങ്ങൾ, സാധാരണ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ധാന്യങ്ങൾ ഉണ്ടാവും? ചെറുപയർ, മുതിര, ഉലുവ, കടുക്, പിന്നെ റാഡിഷ്, പംകിൻ സീഡ്, അങ്ങനെയുള്ള വിത്തുകൾ ഏത് വിത്ത് വേണമെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ആമസോണിലൊക്കെ വരുത്തിയിട്ട് ബ്രോക്കോളിയൊക്കെ അറിയാമല്ലോ, നല്ല വിറ്റാമിൻ ഉള്ളതാണല്ലോ. അപ്പോൾ ഈ ബ്രോക്കോളി സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ വിത്തിനെ ആദ്യം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. ഇന്ന് വൈകിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്കത് നാളെ രാവിലെ അത് മുളപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലുള്ള വിറ്റാമിൻസിൻ്റെ കാര്യം കുറച്ചുകൂടെ ഞാൻ പറയാം. സ്പ്രൗട്ട്സ് നമ്മൾ മുളപ്പിച്ച് കഴിക്കില്ലേ, ധാന്യങ്ങൾ, നമ്മളെല്ലാവരും മുളപ്പിച്ച് കഴിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരു ധാന്യത്തിനെ വെള്ളത്തിലിട്ട് അതിനെ തുണിയിൽ കെട്ടിവെച്ച് മുളപ്പിച്ച് കഴിക്കും അല്ലേ? മുളപ്പിച്ച് കഴിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സ്പ്രൗട്ട്സ് എന്ന് പറയുക. പക്ഷേ ഈ മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞാൽ ഈ മുളച്ച ചെടി 5 മുതൽ 10 ദിവസം വരെ പ്രായമായതിനെയാണ് നമ്മൾ മൈക്രോഗ്രീൻ എന്ന് പറയുക. ഏകദേശം നമ്മുടെ ഒരു വിരലിൻ്റെ ഹൈറ്റാണ് വരിക, 2 ഇല മാത്രം വരും. അതിനെയാണ് നമ്മൾ മൈക്രോഗ്രീൻ എന്ന് പറയുക. പിന്നെ 15 to 20 ദിവസം പ്രായമായ ചെടി, അതിനെ നമ്മൾ ബേബി ഗ്രീൻ എന്നാണ് പറയുന്നത്. 15 to 20 ദിവസം പ്രായമായത് അത് മൈക്രോഗ്രീനിൽ ഉൾപ്പെടില്ല. 15 to 20 ദിവസം ആകുമ്പോൾ അതിൻ്റെ പോഷക ഗുണം കുറച്ചുകൂടെ കുറയും, അതുകൊണ്ടാണ് ആ ദിവസം പറയുന്നത്. അതിനുശേഷം 1 to 2 മാസം, 2 മാസത്തിനുള്ളിൽ വരുന്നതാണ് അഡൾട്ട് ഗ്രീൻ. സാധാരണ ചെടിയായി 2 മാസം ആകുമ്പോൾ സാധാരണ ചെടിയായി. അപ്പോൾ നമ്മൾ ഈ ചെടിയെ വളരാൻ അനുവദിക്കാതെ 15 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് കട്ട് ചെയ്ത് ഉപയോഗിക്കും. അപ്പോൾ ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കത് ഒരു 10 ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയും. നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സാലഡ്, പച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ സാലഡുകളിലൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾ സാലഡ് കഴിക്കുമ്പോൾ കട്ട് ചെയ്തിടാം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പച്ചയായിട്ട് കട്ട് ചെയ്തിടാം. പിന്നെ നമ്മൾ ചീര വറുക്കുന്ന പോലെ വറുത്ത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ ചീര വറുക്കുന്ന പോലെ വറുക്കണമെങ്കിൽ കുറേ വേണം. നമുക്ക് ഒരു വ്യക്തിക്ക്, ഒരു അഡൾട്ടിന് ഒരു ദിവസം ഒരു 25 ഗ്രാം മൈക്രോഗ്രീൻ കഴിച്ചാൽ മതി. 25 ഗ്രാം പറയുമ്പോൾ ഏകദേശം ഒരു ചെറിയൊരു പിടിയാണ് നമുക്ക് കഴിക്കേണ്ട അളവ്. അപ്പോൾ അത് മാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ
ഏത് ഭക്ഷണമായാലും നമ്മൾ കഴിക്കുന്ന ഉപ്പേരിയിലോ എന്തിലായാലും അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് വേവിക്കാതെ കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ സാറ് പറഞ്ഞ പോലെ വീറ്റ് ഗ്രാസ് വളരെയധികം പോപ്പുലറായി അറിയപ്പെടുന്ന ഒന്നാണ് വീറ്റ് ഗ്രാസ് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗോതമ്പിന് ഇതുപോലെ മുളപ്പിക്കുക, എന്നിട്ട് 15 ദിവസത്തിനുള്ളിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല. മറ്റേ വിത്തുകൾ മുളപ്പിക്കുന്നത് പോലെ വീറ്റ് ഗ്രാസ് കഴിക്കാൻ പറ്റില്ല, അറിയാലോ, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ടതല്ലേ. അപ്പോൾ അത് പുല്ല് പോലെ ഉണ്ടാവും. അതിന് പകരം നമ്മൾ അതിനെ ഇതുപോലെ ഒരു 20 ഗ്രാം എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ വിറ്റാമിൻ ലഭിക്കുന്നതാണ്. കുടിക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അതിൽ കുറച്ച് ഇഞ്ചിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ആഡ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ ഈ എന്താ പറയുക, മൈക്രോഗ്രീൻ കഴിക്കുമ്പോൾ നമ്മൾ ആ ചെടിയുടെ ഇപ്പോൾ ഒരു ചെറുപയറാണ് നമ്മൾ മുളപ്പിക്കുന്നതെങ്കിൽ ഈ ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള പോഷക ഗുണത്തിൻ്റെ 40 ഇരട്ടി കൂടുതലാണ് മൈക്രോഗ്രീനിൽ. ഏത് വിത്താണെങ്കിലും നമ്മളത് മുളപ്പിച്ച് മൈക്രോഗ്രീനായി കഴിക്കുകയാണെങ്കിൽ 40 ഇരട്ടി അതിൻ്റെ എല്ലാ പോഷകങ്ങളും കൂടുതലാവും. പിന്നെ ഇത് എന്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കലോറി തീരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് അമിത വണ്ണമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ പ്രമേഹ രോഗികൾക്ക്, പിന്നെ കൊളസ്ട്രോള് കൺട്രോൾ ചെയ്യാൻ, ആൻറ്റി ഡയബറ്റിക് ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്. പിന്നെ വിറ്റാമിൻസ് ആണെങ്കിൽ മിക്കവാറും എല്ലാ വിറ്റാമിൻസും എ, ബി കോംപ്ലക്സ്, സി, ഡി, ഇ, കെ അങ്ങനെ എല്ലാ വിറ്റാമിൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് ആണെങ്കിൽ കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം അങ്ങനെ എല്ലാതരം പിന്നെ മിനറൽസും അടങ്ങിയ ഒരു സമീകൃത ആഹാരം, സൂപ്പർ ഫുഡ് എന്നാണ് നമ്മൾ സാധാരണ മൈക്രോഗ്രീനെ പറയാറുള്ളത്. അപ്പോൾ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് മൈക്രോഗ്രീൻ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ ഉലുവ മുളപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. ഉലുവ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഏജിങ് കൂടിയാണ്. നമ്മൾ പ്രായമായത് അറിയാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ ഇല്ലാതാക്കാൻ ഈ ഫിലിം സ്റ്റാറുകളൊക്കെ കൂടുതലായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടിയുള്ളതാണ് ഉലുവ. അതുപോലെ ആൻറ്റി ഡയബറ്റിക് ആയ ആൾക്കാർ ഈ ഉലുവയുടെ മൈക്രോഗ്രീൻ ഡെയിലി 20 ഗ്രാം കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക്കിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ വീറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ വീറ്റ് പോലെ തന്നെയാണ് ഞാനത് നോക്കി. കാരണം വീറ്റ് പോലെയാണ് നമ്മുടെ നെല്ല് അല്ലേ, രണ്ടും മുളയ്ക്കുന്നത് ഒരുപോലെയാണ്, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ റൈസ് ഗ്രാസിനും ഇതേ ഗുണങ്ങളുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റൈസ് ഗ്രാസിന് വീറ്റിനേക്കാളും കുറച്ചുകൂടെ പോഷക ഗുണം കൂടുതലാണ്. അപ്പോൾ നമുക്ക് വീറ്റ് ഗ്രാസിന് പകരം റൈസ് ഗ്രാസും ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്യാൻസർ കീമോ ഒക്കെ ചെയ്ത ആൾക്കാർ കീമോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വീറ്റ് ഗ്രാസ് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ആൻറ്റി ക്യാൻസറസ് ആണെന്നും പറഞ്ഞു. ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനും ഈ വീറ്റ് ഗ്രാസ് ജ്യൂസ് വളരെയധികം നല്ലതാണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ ചെറുപയറാണ് കൊണ്ടുവന്നത്. ചെറുപയർ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട ചെറുപയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പം നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ കണ്ടെയ്നർ ഞാൻ ആമസോണിൽ നിന്ന് ഓൺലൈനിൽ വരുത്തിയ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് വീട്ടിൽ ലഭ്യമായ ഐസ്ക്രീം ബൗളാണ്. അപ്പം ഞാനിതിൻ്റെ അടപ്പിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറേ ഹോൾ ഇട്ടു. എന്നിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ തലേദിവസം വെള്ളത്തിലിട്ടതിന് ഇതിൻ്റെ മുകളിൽ ആ വിത്ത് കുറച്ചെടുത്ത് ഇട്ടു. അതിനുശേഷം ഈ താഴത്തെ പാത്രത്തിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെയാണ് വയ്ക്കുക. എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ജനലുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സൂര്യപ്രകാശവും കിട്ടും. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബോട്ടിലിൽ സ്പ്രേ ചെയ്ത് മാത്രം കൊടുത്താൽ മതി. ഒരു 2-3 നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ വേരുകളൊക്കെ ഇതിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് ഈ വെള്ളം മാത്രമാണ് മൈക്രോഗ്രീൻ നമ്മൾ കൊടുക്കുന്നത്, മറ്റൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ വേറൊരു ട്രേ, ഇത് നമുക്ക് ഫുഡൊക്കെ കിട്ടുന്ന ഒരു ട്രേ ആണ്. ഈ ട്രേയിൽ മുളപ്പിച്ചതാണ്. ട്രേയിൽ നമ്മുടെ ന്യൂസ് പേപ്പറിനെ മടക്കി വെച്ചു. ന്യൂസ് പേപ്പർ വെച്ചാൽ ഒരു ദോഷം, അതിൽ കാർബൺ ഉണ്ട്. അതുകൊണ്ട് ഈ കാർബൺ ഈ ചെടികൾ വലിച്ചെടുക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് പകരം ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ല കൊക്കോബിൻ വേണമെങ്കിലും നമുക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം. കൊക്കോബിൻ ഇതിൽ നമ്മളൊരു ലെയർ കൊക്കോബിൻ ഇട്ടിട്ട് അതിൽ വേണമെങ്കിലും ഡയറക്റ്റായിട്ട് വിത്തിട്ട് നമുക്ക് മുളപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ന്യൂസ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. ഈ സെയിം തലേദിവസം വെള്ളത്തിലിട്ട വിത്ത് ഇതിൽ വെതറിയിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. ഒരു ദിവസം 2-3 പ്രാവശ്യം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടി കുറച്ചുകൂടെ നല്ല പച്ചയായിട്ട് ഇലയ്ക്കൊക്കെ നല്ല ഒരു ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിൽ കൊള്ളിക്കുക. നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വെയിൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ രാവിലത്തെ ആ ഇളം വെയിലില്ലേ നമ്മൾ സിറ്റൗട്ടിലൊക്കെ വെച്ച് അത് കൊള്ളിക്കാവുന്നതാണ്. അത് കൊള്ളിക്കുകയാണെങ്കിൽ ഈ ചെടി മുളച്ചു വരും.